ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും, ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ഈ തന്നെ എന്റെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫിയിൽ വായിക്കാൻ പറ്റും. ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കുന്നതായിരിക്കും. ഒരു രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോൾ വരികയാണ്. ഒരു കാറ് അവരെ തട്ടിയിട്ട് വീഴാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട്, അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി. അങ്ങനെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള സിബിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ 2 മണിക്കൂറുകൾക്ക് മുമ്പ് പുള്ളിക്കാരൻ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പലരും അത് അറിഞ്ഞു കാണും. ഏകദേശം 1.5 മണിക്കൂറോളം പുള്ളിക്കാരൻ ആ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ അതിൽ തുറന്നു പറയുന്നുണ്ട്. 1.5 മണിക്കൂറോളം ഇരുന്നത് കണ്ടു തീർക്കാൻ ഞാൻ പെട്ടപാട് എനിക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഉച്ചയ്ക്ക് വീഡിയോ ചെയ്യാൻ താമസിച്ചത്. എന്തൊക്കെയായാലും താൻ പുറത്താക്കുന്നതിനെ സംബന്ധിച്ച് തുടക്കം തൊട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സിബിൻ ആ പ്രസ് കോൺഫറൻസിൽ തുറന്നു പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സിബിൻ ഇതുമായി ബന്ധപ്പെട്ട് ഗുളികൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു, മാനസിക രോഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കിംവദന്തികൾ പരന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ചെരിവെക്കുന്ന രീതിയിലായിരുന്നു സിബിന്റെ പ്രസ് കോൺഫറൻസ്. എല്ലാത്തിന്റെ തുടക്കം എവിടെ നടന്ന് വെച്ചാണെങ്കിൽ, സിബിന് മത്സരാർത്ഥിയായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവം നടന്നു. അതെന്താണെന്നുള്ളത് സിബിൻ പറയുന്നില്ല. അത് സിബിൻ ചോദ്യം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കോമൺ ശത്രുവായിട്ട് സിബിൻ മാറി എന്നുള്ളതാണ്. അങ്ങനെ അവരെന്താക്കാണ്, അതിനെ ദേഷ്യം തീർക്കാൻ വേണ്ടി വീക്കെൻഡിന് ലാലേട്ടനെ കൊണ്ട് ഇവരെന്താക്കാണ് ചീത്ത പറയിപ്പിക്കുകയാണ്. അതോടെ സിബിൻ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവാണ്. അന്നേ ദിവസം രാത്രി അവർ സിബിനെ ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് സിബിൻ പറയുന്നത്. അങ്ങനെ ലാലേട്ടൻ ചീത്ത പറഞ്ഞതിന്റെ ടെൻഷന്റെ കൂടെ തന്നെ ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥയും കൂടെ ആയ സമയത്ത് സിബിൻ മെന്റലി അങ്ങ് ഡൗൺ ആയി എന്നുള്ളതാണ്. അങ്ങനെയാണ് പോലും സിബിൻ തനിക്ക് പുറത്ത് പോകണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത് സിബിൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം സംസാരിക്കുന്നത് സിബിൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ് സിബിൻ ഒരു തവണ പുറത്തേക്ക് പോകുന്നത്. എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, സിബിൻ പുറത്തു പോയത് പലരും കണ്ടിട്ടുണ്ടാകും. അതിനുശേഷം പുറത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് സിബിൻ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടുനോക്കാം. നിസ്സഹകരണം പ്രഖ്യാപിച്ചു. മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം അവർ തന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല. ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത്. അദ്ദേഹം മുംബൈ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ്. അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ പറഞ്ഞൊരു അറിവ് അതാണ്. അപ്പൊ സാവന്ത് എന്ന് പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ, വ്യക്തമല്ലാത്തൊരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കൺസേൺ തന്നെ പറയുകയാണ്, ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്തൊരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക്. അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു, എന്റെ സിബിന് ഉറങ്ങാത്ത പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല. അപ്പൊ അയാൾ എന്നോട് പറയാണ്, സിബിന് ഞാനൊരു മരുന്നായിട്ട് അത് കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സൈക്യാട്രിക് ഡ്രഗ് ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല, ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു, വാശി പറഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞു, സിബിന് വിശ്രമം ആവശ്യമാണ്, സിബിൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവര് വിശ്രമിക്കാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അത് തന്നില്ല. പുറത്തു പോയ സമയത്ത് എന്നെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ഈ ഷോയുടെ 3 അധികൃതർ, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 പേര് വന്ന് എന്നെ അവർ കണ്ടു. എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല, പുറത്തു പോകാൻ സാധിക്കില്ല, ഇത് അങ്ങനത്തെ ഒരു ഷോ അല്ല, അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ച് കയറുന്നതിന് മുമ്പ് ഒരു ഗുളിക കഴിക്കൂ, അപ്പൊ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ സമ്മതിച്ചു, മരുന്ന് കഴിക്കാൻ സമ്മതിച്ചു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അവർ മരുന്ന് തന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, തിരിച്ച് വീടുകളിലേക്ക് കയറി. ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റിട്ട് ഇവരോട് ഇത് തന്നെ ആവശ്യപ്പെടുകയാണ്, എനിക്ക് പുറത്തു പോകണം, എന്റെ ഉറക്കാൻ ശരിയല്ല, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതായത് ഒരു മനുഷ്യന് 48 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവർ പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ, ഒരു കാറിലേക്ക് എന്റെ കണ്ണ് കെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരെയുള്ള ഒരു ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈനിൻ എന്നാണ്. ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത്. അത് ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നാമ്പുറത്ത് സംഭവിച്ചെന്നുള്ളതാണ് ഇപ്പൊ സിബിൻ പറയുന്നത്. പിന്നെ മുറിയിൽ പൂട്ടിയിട്ടപ്പോൾ തനിക്കൊരു ബോഡി ഗാർഡിനെയും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സിബിൻ പറയുന്നുണ്ട്. അവിടെ 3 ദിവസത്തോളം സിബിനെ പൂട്ടിയിട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോഴെല്ലാം ഡോക്ടർ ഫിസിക്കൽ അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു, വീഡിയോ കോളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സിബിൻ പറയുന്നത് അവിടെ ഫിസിക്കൽ ഒരു ഡോക്ടറെ ഇല്ല എന്നുള്ളതാണ്, എല്ലാവരും വീഡിയോ കോളാണ് പുള്ളിക്കാരൻ സംസാരിക്കണം എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും സിബിൻ ഈ മുറിയിൽ ഇരിക്കുന്ന കാലയളവിൽ ഡോക്ടർ എന്താക്കാണ് സിബിനോട് ഒരു ഗുളിക കഴിക്കാൻ ആവശ്യപ്പെടാണ്. പക്ഷെ സിബിൻ അത് നിഷേധിക്കുകയാണ്. ഞാൻ സൈക്കാട്രിക് ഡ്രഗ് ഒന്നും കഴിക്കാറില്ല എന്നുള്ള രീതിയിൽ നിഷേധിക്കുകയാണ്. അവസാനം കുറെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയാൽ കഴിക്കുക എന്നുള്ള ലെവലായി. അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ സിബിന് അവർ കൊടുക്കുന്നുണ്ട്. ആ പ്രിസ്ക്രിപ്ഷനിൽ സിബിനും കൊടുത്ത ഗുളികയായിട്ട് സിബിൻ കണ്ടത് ഒരെൻസോഫൈൽ എന്ന് പറയുന്ന ഒരു മരുന്നാണ്. സുബിൻ എന്താക്കുന്നുണ്ട്, അത് ചുളുവിൽ ഈ ബോഡി ഗാർഡായി വന്ന വ്യക്തിയോട് ഫോണിൽ സെർച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സിബിൻ തന്നെ പറയണം, നമുക്കൊന്ന് കണ്ടോക്കാം.
എന്നിട്ട് ഈ 2 ഗുളികകൾ, അതായത് ഒരു ഗുളികയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, രണ്ടാമത്തെ ഗുളിക ഞാൻ ഓർക്കുന്നു, ഒലാൻസപ്പൈൻ എന്നാണ് ആ ഗുളികയുടെ പേര്, ഒലാൻസപ്പൈൻ. ഈ ഒലാൻസപ്പൈൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഗുളികയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ, ഈ 2 അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം, ഞാനൊരു മെഡിക്കൽ വിദഗ്ധനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം 6 മാസത്തെ കൺസൾട്ടേഷൻ വേണം, ഏറ്റവും മിനിമം. പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല, ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്കാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് സ്കീസോഫ്രീനിയ. ആ സ്കീസോഫ്രീനിയ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു. ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു, സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നു. തിരിച്ച് എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്: ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല, പുറത്തു പോകാൻ പറ്റില്ല. അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ ഞാൻ ഇവരെ കബളിപ്പിച്ചു. മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുപ്പിക്കളയുകയും സ്ഥലങ്ങളിലേക്ക് മാറ്റി. എന്റെ കൂടെയുള്ള ഒരാൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഞാൻ കഴിക്കുന്നില്ല എന്നും, ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം, അതിനെ കുറിച്ച് കൃത്യമായി എനിക്ക് ധാരണയില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് 3 ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും, പുറത്ത് ഒരു മനുഷ്യരോടും, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാതെ ഇവരെ അകത്തേക്ക് ഇട്ട് എന്നെ ലോക്ക് ചെയ്യുകയും, അതൊരു സ്യൂട്ട് റൂമാണ്, അകത്തെ മുറിയിൽ എന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല, എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ 3 ദിവസത്തോളം ഇവരോട് പൂട്ടിയിരുന്നു. 4ാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ 3 വലിയ അധികൃതർ വരികയാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ആ ഡോക്ടർ വീഡിയോ കോളിൽ വന്നു. അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു എന്നോട്, സിബിൻ ഒന്ന് ടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഷോയിൽ കയറുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് 4ാമത്തെ ദിവസം ഈ ഷോയുടെ 3 അധികൃതർ വന്ന് എന്നോട് പറയുകയാണ്, സിബിന് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ എനിക്ക് കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ രോഗിനെ ഫിസിക്കലി പരിശോധിക്കണം എന്നുള്ള നിയമമുണ്ട്. അതായത് ഓൺലൈനിലൂടെ പരിശോധന പാടില്ല എന്നർത്ഥം. അങ്ങനെ ഫിസിക്കലി പരിശോധിക്കാതെ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ ഒഫൻസ് ആണ്. അതിനെതിരെ സിബിന്റെ കേസിന് പോയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പിന്നെ ഒലൻസോഫൈൽ പോലെയുള്ള ഷീസോഫീനിയക്ക് നൽകുന്ന മരുന്നുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിബിൻ മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാകണം. അങ്ങനെ വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഡീറ്റെയിൽസുമായി സിബിന് കോടതിയിൽ പോകണം. ഇതൊക്കെ സിബിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഇതൊക്കെ സിബിൻ ചെയ്തു കാണുമെന്ന് കരുതുന്നു. എന്തായാലും ഇത് വല്ലാത്തൊരു പുറത്തുവിടലായി പോയി. ഇത് ശരിയാണെങ്കിൽ ഒരു മനുഷ്യനെ ലിറ്ററലി ടോർച്ചർ ചെയ്യാണ് ഇവർ ചെയ്യുന്നത്, അല്ലേ? ഇനി ഇതെല്ലാം കഴിഞ്ഞ് സിബിനെ പുറത്താക്കിയതിന് ശേഷം സിബിന് പുറത്തേക്ക് വന്നപ്പോൾ സിബിൻ എയർപോർട്ടിൽ കൊടുത്ത ബൈറ്റ് പലരും കണ്ടിട്ടുണ്ടാകും, അല്ലെ? സിബിനോട് മീഡിയാസ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് സിബിനെ പുറത്താക്കിയത് എന്നുള്ളത്. അപ്പൊ സിബിൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ പുറത്തായതല്ല പുറത്താക്കിയതാണ് എന്നുള്ളത്. ആ മറുപടി അധികൃതർക്ക് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ മറുപടി കൊടുത്ത് സിബിന് വീട്ടിലെത്തിയ സമയത്ത് ഈ ഷോയുമായി ബന്ധപ്പെട്ട ഒരാൾ സിബിന് മെസ്സേജ് അയക്കുന്നുണ്ട് വോയിസ് ആയിട്ട്. ആ വോയിസ് റെക്കോർഡ് സിബിൻ കാണിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അത് കേട്ടോക്കാം. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. അതിന്റെ ഒട്ടും അവിടെ വെച്ച് തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. നാളെ ഒരു മീഡിയയോട് പോലും സംസാരിക്കാൻ പാടില്ല. വളരെ ക്ലാരിറ്റിയോടെ കോൺട്രാക്ട് ഉള്ളതാണ്. അതിന് ചെയ്തത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. അങ്ങനെ ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ രീതിയിലേക്ക് വലിയ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ ഇതിനോട് പ്രത്യേകം പറയാൻ ഒന്നുകൂടെ, വളരെ സെൻസിറ്റീവ് ആണ്. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂവും പാടില്ല കേട്ടോ. ഓക്കെ, നാളെ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാം. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഓക്കെ, അതാണ്. ഇതിലിപ്പോ പ്രത്യേകിച്ച് ഭീഷണി ഉള്ളതായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഓർമ്മപ്പെടുത്തിയതാണ്, നീ പുറത്തു പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഷോനെ അത് ബാധിക്കും, കൊടുക്കലെന്നുള്ളത്. ഇതൊരു എല്ലാ മത്സരാർത്ഥികൾക്കും കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. പക്ഷെ പിന്നീട് സിബിൻ തുറന്നു പറയുന്നുണ്ട്, ഇതിനുശേഷം ഒരുപാട് ഭീഷണികൾ, നിനക്ക് ഷോകൾ തരില്ല, നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കുമെന്നുള്ള രീതിയിലുള്ള ഭീഷണികൾ ഇയാൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സിബിൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് പുറത്തു വിടുന്നില്ല, ഇത് FIR ഇടാൻ പോയിട്ടുണ്ട്, FIR ഇട്ടതിന് ശേഷം ഞാൻ പുറത്ത് പറയുന്നതൊക്കെ സിബിൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ സിബിൻ FIR ഇട്ടതിന് ശേഷമായിരുന്നു കോൺഫറൻസ് വിളിക്കേണ്ടിയിരുന്നത്. ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഫുള്ളും പുറത്തു വിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിളിക്കാൻ നിൽക്കരുത്. അതല്ലെങ്കിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് വിളിക്കാം. എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോവാണല്ലോ, അതിന് മുന്നോട്ടായിട്ടൊന്ന് വിളിച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ പ്രസ് കോൺഫറൻസിന് വന്ന മാധ്യമങ്ങൾ പിന്നീട് സിബിനോട് ആവശ്യപ്പെടുന്നുണ്ട് FIR ഇട്ടതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടി വിളിക്കണം എന്നുള്ളത്. അന്ന് ഈ ഭീഷണി കോളുകളൊക്കെ സിബിൻ പുറത്തു വിടുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും നിരന്തരമായ ഭീഷണികൾ വന്നപ്പോൾ തന്നെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ സിബിൻ എന്താക്കി, നിയമം വരെ പോകാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സിബിൻ എന്താക്കാണ്, തമിഴ്നാട്ടിൽ പോയി കേസ് കൊടുക്കുകയാണ്. കാരണം ബിഗ് ബോസിന്റെ സെറ്റ് കെടുക്കുന്നത് തമിഴ്നാട്ടിലാണല്ലോ. അപ്പൊ അവിടെ പോയി കേസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ.
2 സെറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ബിഗ് ബോസിലുള്ളത്. ഒന്ന് തമിഴ്നാട്ടിലും ഒന്ന് ബോംബെയിലും. ഈ 2 സ്ഥലങ്ങൾ മാറി മാറിയിട്ടാണ് സകലമാന ബിഗ് ബോസ് നടക്കുന്നത്. അപ്പൊ എന്തായാലും ആ ബിഗ് ബോസിന്റെ സെറ്റ് കിടക്കുന്ന പരിധിക്കുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുന്നുണ്ട്. അതിന്റെ അനുഭവം സിബിൻ പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഉപദേശം കൃത്യമായി ലഭിച്ചു. അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസ്രത്പട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ പരാതി അവർ സ്വീകരിച്ചില്ല. ആ SHO കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ എത്തി, ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ്, ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ SHO കാണാൻ വന്നത്. കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല, പരാതി എടുക്കില്ല. അപ്പം അദ്ദേഹം അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീപ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ DGPക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു, ACPക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി. അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ജീവ എന്നാണ്. ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈന്റെ ഒരു സ്റ്റാഫാണ്. ഫോട്ടോ കാണിക്കുന്നില്ല, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട്. ജീവയാണ് എന്നാണ് അയാളുടെ പേര്. അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ്. അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു. എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വേറൊരു കള്ളം പറഞ്ഞത്. കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ ത്രെറ്റ് ഉണ്ട്, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേ ദിവസം അവിടെ നിന്ന് പോയി. അടുത്ത ദിവസമാണ് ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്തത്. DGP ആ പരാതി കേൾക്കുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പുവരും. DGPക്ക് ഞങ്ങൾ തമിഴ്നാട് DGPക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റാണിത്. ആ പരാതിയിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന് നമ്പർ ആയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത്. അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ്. അപ്പൊ നിയമപരമായി പോകാൻ ശ്രമിച്ചപ്പോൾ വരെ അവിടെ തടസ്സങ്ങളാണ് നേരിട്ടത് എന്നുള്ളതാണ് ഇവിടെ സിബിൻ പറഞ്ഞത്. ഇവിടെ ഞാൻ ചിന്തിക്കണം അതല്ല. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് സിബിൻ ഇന്നോവ കാറിൽ ഒരാൾ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ളത് സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജീവ എന്ന പേരുള്ള ഒരാൾ. അയാൾ എങ്ങനെ സിബിൻ അങ്ങോട്ട് വന്ന് അറിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻഫർമേഷൻ പോയിട്ടുണ്ടായിരിക്കണം അല്ലേ? അപ്പൊ പോലീസ് ആരും അവരുടെ പരിധിക്കുള്ളിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പിന്നീട് ജീവ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ സിബിൻ പുറത്തു വിടുന്നുണ്ട് കേട്ടോ. ഞാനത് ഇവിടെ സൈഡിൽ കൊടുക്കാം. പിന്നെ അത് കൂടാതെ തന്നെ മരുന്നിന്റെ ഡീറ്റെയിൽസും പുള്ളിക്കാരെ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ 2 തെളിവുകൾ മാത്രമേ ഇപ്പൊ നിലവിൽ സിബിൻ പുറത്തു വിട്ടിട്ടുള്ളൂ. ഇനിയും ഒരുപാട് തെളിവുകളുണ്ട്. അതൊക്കെ FIR ഇട്ടിട്ട് പുറത്തു വിടാന്നാണ് പറയുന്നത്. വിട്ടാൽ മതി. വിട്ടാൽ മാത്രമേ സിബിൻ പറയുന്ന ജനങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബടായിട്ട് ജനങ്ങളൊക്കെ കരുതും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സിബിനോട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന എന്താണ്, ഓരോ സീസണിലും ഇവർ കരുതിക്കൂട്ടി ഒരു ആളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾക്ക് ഫേവറേറ്റിസം കാണിച്ചിട്ടായിരിക്കും ഇവർ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും തരത്തിൽ മറ്റൊരു മത്സരാർത്ഥി ആ മത്സരാർത്ഥിക്ക് മുകളിൽ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇവർ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ മത്സരാർത്ഥിയുടെ നെഗറ്റീവ് മാത്രം എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിടാൻ നോക്കും. എന്നിട്ടും ആ മത്സരാർത്ഥി മുന്നോട്ട് കുതിക്കുന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഡ്രഗ്സ് കൊടുത്തിട്ട് ആ മത്സരാർത്ഥിയെ മെന്റലി തകർക്കാൻ നോക്കുന്നുള്ളതാണ്. അങ്ങനെയാണ് തന്നെ തകർക്കാൻ നോക്കിയത് എന്നുള്ളതാണ് ഇവിടെ സിബിൻ പറയുന്നത്. ഇവിടെ മലയാളത്തിൽ മാത്രമല്ല പല ലാംഗ്വേജിലും അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് സിബിൻ പറയുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ തമിഴിൽ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സിബിൻ പറയുന്നുണ്ട്. അതിന്റെ കേസും ഇതേ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതെല്ലാം കണ്ടുനോക്കാം. മാനസിക പരിഗണന മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് പെരുമാറുന്നത്. ഇത് ഒരുപാട് പേര് അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേയും. പക്ഷെ അതൊന്നും ആരും ടേക്കപ്പ് ചെയ്തില്ല. വീണ്ടും ഒരു കാര്യം വിട്ടു, അതായത് ഈ നസ്രത്പട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ 3 FIR വേറെ വീണിട്ടുണ്ട്. ഇതുപോലെ പല ബിഗ് ബോസിലെ പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതിന്മേൽ 3 FIR ഓൾറെഡി ഉണ്ട്. അത് അവര് കാശ് കൊടുത്ത് ഒതുക്കിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ്. ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി. അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പേര് ഞാൻ പറയുന്നില്ല. തമിഴ് സീസണിലാണ്. ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി. അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്ന് ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു FIR ഈ നസ്രത്പട്ട് സ്റ്റേഷനിൽ തന്നെയുണ്ട്. സോ ഇതൊരു ഹ്യൂജ് ക്രൈമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ സിബിനോട് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം കളവുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ സിബിനെ പേഴ്സണലി എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് സിബിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾ വന്നൊരു പ്രസ് കോൺഫറൻസ് ഒക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാനും നിവൃത്തിയില്ല. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഞാനൊരു 50-50 മൈൻഡിലാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് തന്റെ കുടുംബത്തിനെ വരെ ഇവർ അപായപ്പെടുത്താൻ നോക്കി എന്നുള്ള രീതിയിൽ സിബിൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് തന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. ആ ഹോസ്പിറ്റലിൽ ആവാനുണ്ടായ കാരണം സിബിൻ പറയുന്നുണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
ഒരു രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോൾ വരികയാണ്. ആ ഭീഷണി കോൾ വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട്. മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ്. ആ വരുന്ന വഴിയിൽ ഒരു കാറ് അവരെ തട്ടിയിട്ട് വീടാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ചെന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി. അനന്തപുരി ഹോസ്പിറ്റലില് തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ മമ്മി ICU ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു. മെനിഞ്ഞാണ് സർജറി, മെനിഞ്ഞാണ് ഇൻസിഡന്റ് ഉണ്ടായത്. മമ്മി ഇപ്പം ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ പേരിൽ പരാതിയുമായി മുമ്പോട്ടത് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാന്നുള്ള കാര്യം. ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ CCTV ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പറാണ്, കാർ നമ്പർ അല്ല, ഫേക്ക് നമ്പറാണ്. അപ്പൊ അല്ല, അത് ഓബിയസ്ലി ചിലപ്പം മറ്റെന്തെങ്കിലും ആയിട്ടുള്ള വിഷയമുള്ള കാർ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ വന്ന് ഇടിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്റെ ലൈഫില്. വലിയതറ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി മുമ്പോട്ട് പോയിട്ടുണ്ട്. മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് FIR ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ സീസണും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അമ്മനെ ഒരു ആക്സിഡന്റിൽ പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ഇവിടെ സിബിൻ പറയാണ്ട് പറയുന്നത് അല്ലേ? ഇത് മനഃപൂർവ്വം നടത്തിയ ഒരു ആക്സിഡന്റ് തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് സിബിൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും ഇത് കേട്ടിട്ട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. ഇതിനെക്കുറിച്ചൊരു നിലപാട് പറയാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും FIR ഒക്കെ ഇട്ട് തെളിവുകളടക്കം ഇനിയും വിവരങ്ങൾ വരട്ടെ, അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ചൊരു നിലപാട് പറയാം. ഇപ്പൊ കാര്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇപ്പൊ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഈ കേസ് എങ്ങനെ മാറിയും അറിയാം. ചിലപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ വരട്ടെ, നമുക്ക് ഇതിനെക്കുറിച്ചൊരു നിലപാടെടുക്കാം. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.